ഇന്നത്തെ വീഡിയോ ആൻഡമാൻ നിക്കോബാറിലെ സെല്ലുലാർ ജയിലാണ്. എൻ്റെ പിന്നിൽ കാണുന്നത് പ്രസിദ്ധമായ സെല്ലുലാർ ജയിലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പോരാളികളെയും മറ്റു കുറ്റവാളികളെയും നാടുകടത്തി തടവിൽ പാർപ്പിച്ചിരുന്ന ജയിലാണിത്. 1906 ബ്രിട്ടീഷുകാരാണ് ഇത് നിർമ്മിച്ചത്. ശിക്ഷാരീതികളുടെ കാഠിന്യം കൊണ്ട് കുപ്രസിദ്ധി ആർജിച്ചതാണ് ഈ കാണുന്ന സെല്ലുലാർ ജയിൽ. കാലാപാനി എന്ന് വിളിപ്പേരുള്ള ഇതിലെ ജയിലറകൾ ഏകദേശം 600ഓളം സെല്ലുകളായാണ് തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സെല്ലുലാർ ജയിൽ എന്ന് പറയുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ വളരെ ആകർഷകമായ ഒരു ഹോട്ടൽ സമുച്ചയം പോലെ തോന്നും. ഈ കാണുന്നത് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഇരുവശങ്ങളിലുമായി സെല്ലുലാർ ജയിലുമായി ബന്ധപ്പെട്ട മ്യൂസിയമാണ്. 7 ബ്ലോക്കുകളായിട്ടാണ് ഇത് പണിതിരുന്നത്. എല്ലാ ബ്ലോക്കുകളും സന്ധിക്കുന്ന മധ്യഭാഗത്ത് ഒരു വാച്ച് ടവറും ഉണ്ട്. ഈ വാച്ച് ടവറിൽ നിന്നാണ് ബ്രിട്ടീഷ് പട്ടാളം കുറ്റവാളികളെ നിരീക്ഷിച്ചിരുന്നത്. പല പല സാഹചര്യങ്ങളാലും കാലപ്പഴക്കത്താലും ഇതിൻ്റെ 4 ബ്ലോക്കുകളും നശിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ 3 ബ്ലോക്കുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നമുക്കൊരു ബ്ലോക്കിൻ്റെ വരാന്തയിലൂടെ ഒന്ന് നടക്കാം. ഈ കാണുന്നതാണ് സെല്ലുകൾ. മിക്ക സെല്ലുകളും തുറന്നിട്ടിരിക്കുകയാണ്. ഒരു സെല്ലിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കാം. ഏകദേശം 10 അടി നീളം, 6 അടി വീതി, 10 അടി പൊക്കവുമുള്ള ഒരു ഇടുങ്ങിയ മുറിയാണിത്. ആദ്യകാലങ്ങളിൽ ഒരാളിനെയായിരുന്നു ഇവിടെ പാർപ്പിച്ചിരുന്നത്. പിന്നീട് കുറ്റവാളികളുടെ എണ്ണം കൂടിയപ്പോൾ ഈ ചെറിയ സെല്ലിൽ തന്നെ 2-3 പേരെ വരെ തടവിലാക്കിയിരുന്നു. ഓരോ സെല്ലിൻ്റെയും വാതിലിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വളരെ വിശേഷപ്പെട്ടതാണ്. പുറത്ത് നിൽക്കുന്ന ഒരാളിന് മാത്രമേ ഈ വാതിൽ തുറക്കാനും അടയ്ക്കാനും കഴിയുകയുള്ളൂ. തടവ് പുള്ളികൾക്ക് താക്കോൽ കിട്ടിയാൽ പോലും ഉള്ളിൽ നിന്നും വാതിൽ തുറക്കാനോ പുറത്തു വരാനോ സാധിക്കാത്ത ഒരു സംവിധാനമാണിത്. ഈ കാണുന്ന നീണ്ട വരാന്തയിലൂടെ നമ്മുടെ നാടിനു വേണ്ടി പോരാടി ശിക്ഷാവിധികൾ ഏറ്റുവാങ്ങിയ എത്രയെത്ര ജീവിതങ്ങൾ നരകയാതന അനുഭവിച്ച് കടന്നുപോയിട്ടുണ്ടാകാം. ആ കാലഘട്ടങ്ങളിൽ നടപ്പിലാക്കിയിരുന്ന ക്രൂരമായ ശിക്ഷാവിധികളിലേക്ക് നമുക്കൊന്ന് പോകാം. കുറ്റവാളികൾക്ക് നൽകുന്ന ശിക്ഷാമുറകൾ പല രീതിയിലാണ്. താരതമ്യേന കുഴപ്പക്കാരല്ലാത്ത കുറ്റവാളികളുടെ കൈകാലുകൾ ചങ്ങല ഉപയോഗിച്ചാണ് ബന്ധിച്ചിരുന്നത്. എന്നാൽ കുറച്ചുകൂടി കഠിനമായ ശിക്ഷയിൽ ഈ ചങ്ങലയ്ക്ക് പകരം ഇരുമ്പ് ദണ്ഡുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതിനും കഠിനമായ ശിക്ഷാവിധിയിൽ ഇതിനോടൊപ്പം കാലുകൾ തമ്മിലും ദണ്ഡുകൾ കൊണ്ട് ബന്ധിച്ചിട്ടുണ്ടാകും. ഈ അവസ്ഥയിലും അവരെ ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യമായി ചെയ്യണമെന്നതാണ് ജയിലിലെ നിയമം. പലവിധ ജോലികളാണ് അവർക്ക് നൽകുന്നത്. അതിൽ വീഴ്ച വരുത്തിയവരെ പ്രത്യേക തരത്തിൽ ബന്ധിച്ച് ചാട്ടവാറുകൊണ്ട് അടിക്കാനും നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. തെക്കേ ബ്ലോക്കിലെ 3ാമത്തെ നിലയിലെ അവസാനത്തെ സെല്ലാണിത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെയായിരുന്നു വീർ സവർക്കറെ തടവിൽ പാർപ്പിച്ചിരുന്നത്. അദ്ദേഹം അന്ന് ഉപയോഗിച്ചിരുന്ന ചെമ്പ് പാത്രങ്ങളും കിടക്കാൻ ഉപയോഗിച്ചിരുന്ന പലകയും പുതപ്പും ഇവിടെ വച്ചിട്ടുണ്ട്.
നമ്മളിപ്പോൾ നിൽക്കുന്നത് 3ാമത്തെ നിലയുടെ മുകൾ ഭാഗത്താണ്. വാച്ച് ടവറാണിത്. ഈ വാച്ച് ടവറിൽ നിന്ന് നോക്കിയാൽ എല്ലാ സെല്ലുകളുടെയും വരാന്തകൾ കാണാൻ കഴിയും. കടലിനോട് ചേർന്ന ഒരു ഭാഗത്താണ് ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. അങ്ങ് ദൂരെ കാണുന്നതാണ് റോസ് ഐലൻഡ്. അതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഇവിടുത്തെ ആസ്ഥാനം. അവരുടെ സെക്രട്ടേറിയറ്റും മറ്റ് സ്ഥാപനങ്ങളും അവിടെയായിരുന്നു. ഇന്ന് റോസ് ഐലൻഡ് ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളുമായി നിൽക്കുന്ന ഒരു പ്രേത നഗരത്തെ അനുസ്മരിക്കുന്നു. ഇനി നമുക്ക് താഴേക്ക് പോകാം. ഈ കാണുന്നതാണ് കണ്ടംപ്റ്റ് സെൽ. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട തടവുപുള്ളികളെ പാർപ്പിച്ചിരുന്നത് ഈ തടവറകളിലായിരുന്നു. ഇതിനു മുന്നിലാണ് കുറ്റവാളികളെ പരസ്യമായി തൂക്കിക്കൊന്നിരുന്ന തൂക്കുമരം. മരണത്തിന് വിധിക്കപ്പെട്ട തടവുപുള്ളികൾക്ക് അവസാനമായി പ്രാർത്ഥിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു. അതിനായി സജ്ജമാക്കിയതാണ് ഈ പീഠം. ഇവിടെ പ്രാർത്ഥിച്ച ശേഷമാണ് അവരെ തൂക്കുമരത്തിലേക്ക് നയിക്കുന്നത്. ഈ കാണുന്നതാണ് തൂക്കുമരം. ഒരേ സമയം 3 പേരെ വരെ തൂക്കിലേറ്റാനുള്ള സംവിധാനമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കുറ്റവാളികളെ താഴെ കാണുന്ന വെളുത്ത പെയിൻ്റടിച്ച വട്ടത്തിൽ നിർത്തിയിട്ടാണ് അവർ ശിക്ഷ നടപ്പാക്കിയിരുന്നത്. ഇത് കണ്ടംപ്റ്റ് സെല്ലിൻ്റെ മുൻഭാഗത്താണ്. അതായത് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട് പാർപ്പിച്ചിരുന്ന കുറ്റവാളികൾക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന വിധത്തിലായിരുന്നു ഈ സംവിധാനം. അതായിരുന്നു ഇതിലെ ഏറ്റവും വലിയ ക്രൂരത. സ്വാതന്ത്ര്യ സമര സേനാനികളോടുള്ള ആദരസൂചകമായി 1979 മുതൽ നമ്മുടെ ഗവൺമെൻറ് സെല്ലുലാർ ജയിലിനെ ഒരു ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ധാരാളം സഞ്ചാരികൾ എത്തുന്നുണ്ട്. കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഇവിടെ നടത്തുന്നുണ്ട്. സെല്ലുലാർ ജയിലിൻ്റെ ചരിത്രവും തടവുപുള്ളികളെയും അവർക്ക് കൊടുത്തിരുന്ന ജോലികളും നടപ്പിലാക്കിയിരുന്ന ശിക്ഷാവിധികളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഷോയാണിത്. നല്ല രീതിയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു പ്രദർശനം. ഈ ജയിലിൻ്റെ ഭിത്തികൾ തന്നെയാണ് അതിൻ്റെ വെർച്വൽ സ്ക്രീനായി സജ്ജീകരിച്ചിരിക്കുന്നത്. സെല്ലുലാർ ജയിലിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം നമുക്ക് ഈ ഷോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഷൂട്ട് ചെയ്യാൻ അനുവാദമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കടക്കുന്നില്ല. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി നടന്ന കോൺസ്പിറസി കേസുകളിൽ ഉൾപ്പെട്ട രാഷ്ട്രീയ തടവുകാരാണ് ഇവിടുത്തെ ഭൂരിഭാഗം കുറ്റവാളികളും. കേരളത്തിൽ നടന്ന മാപ്പിള ലഹളയുമായി ബന്ധപ്പെട്ട കുറ്റവാളികളും ഈ കൂട്ടത്തിൽപ്പെടും. ഇവിടം സന്ദർശിച്ച് മടങ്ങുന്ന ഓരോ ഇന്ത്യൻ സഞ്ചാരിക്കും നെഞ്ചിനുള്ളിൽ ഒരു വിങ്ങലോടുകൂടി മാത്രമേ പുറത്തേക്ക് കടക്കാൻ സാധിക്കൂ.